You're watching Skylark with just entertainment. This is not Malayalam interview. Yes, it is. ദുബായിൽ ഒരു പെണ്ണൊന്ന് കിസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇസ്രായേൽ ഈജിപ്തുകാരി. ദിവസം നമ്മൾ മീറ്റ് ചെയ്ത ഹോട്ടലിൽ, പക്ഷെ നമ്മൾ വിചാരിച്ച ഓരോ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ ഞാൻ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു. കുറെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ സ്റ്റോറി വന്നോണ്ടിരിക്കുക. നല്ല അതിന്റെ സ്റ്റോറിയുടെ ലിങ്ക് ചോദിച്ചാൽ ശരിക്കും അങ്ങനെ ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ അവന് ചോദിക്കാനായിരുന്നു. നല്ലൊരു സൈറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ ബ്ലാക്ക് വിക്സൺ 2C, ഇതൊക്കെ റാങ്ക് 1 സൈറ്റുകളാണ്. ക്യാഷ് ചോദിക്കാം, ഞാൻ പോയിട്ട് ക്യാഷ് ചോദിച്ചു. ഈ കൊച്ചുകാരൻ ടീച്ചർ അടുത്ത് പോയിട്ട് എനിക്കറിയില്ല. ടീച്ചർ ചോദിച്ചാൽ എന്താ വൃത്തിയോട് പറഞ്ഞാണ് ക്യാഷിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ അടിച്ചതെന്നും മനസ്സിലായിട്ടില്ല. ഈ കൊച്ചെന്തിനാ കരഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല. സ്വപ്നം കണ്ട കാര്യം പറയണത്. പടക്കമുണ്ട്, പിന്നെ പാന്റ് വരച്ചോരൊക്കെ കോമഡി കണ്ട് ചിരിച്ചിരിച്ചൊരു വഴിയോ. അയ്യോ, പെൺകുട്ടിയെ കണ്ട നമ്മൾ ഇഷ്ടമാന്നൊക്കെ പറയില്ലേ നമ്മളാ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, ഒന്നും അങ്ങനെയല്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ലേ സ്വാഭാവികം. ഇല്ല. ഞാൻ എന്റെ പേരൊക്കെ പറഞ്ഞോ? ഇല്ല, ഈ പറഞ്ഞ പോലെ ആരും നേരിട്ടും ലൈക്ക് എനിക്കിഷ്ടമാണ് അങ്ങനെയൊന്നും വന്ന് പറയലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ കണ്ണിലൊക്കെ നോക്കുമ്പോ ഇങ്ങനെ മനസ്സിലാവില്ലേ. ജയറാമേട്ടൻ വന്നോട് പറഞ്ഞു, ഇവനാരെങ്കിലും ഇത്തിരി ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഫിലിം മുഴുവൻ തിന്നു. അയ്യോ, അതോടുകൂടി നമ്മുടെ സകല കാര്യം എനിക്ക് മനസ്സിലായില്ല. കിളി പോയി ചേട്ടാ പറ. എല്ലാ ദിവസവും ടേക്ക് പോണത് എനിക്ക് മനസ്സിലായി. എന്നെയും ചേട്ടനെയും പോലെ തന്നെ എന്നെ കാണാൻ ഒരു മെനയില്ല. ഒരിക്കൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള മനുഷ്യന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. Hi, hello, this is Ashik. You're watching Skylark with just entertainment. This is not Malayalam interview. Yes, it is. അപ്പോൾ 13-ാം രാത്രി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഷൈൻ ടോം ചാക്കോ, ശ്രീനി കൃഷ്ണൻ ആൻഡ് മാളവിക. വെൽക്കം ടു സ്കൈലാർക്ക്. Thank you. ഷൈൻ ചേട്ടാ, ഈ 13-ാം രാത്രി എന്ന് പറയുന്ന പേരിൽ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നുന്നുണ്ട്. എന്താണ് കൗതുകം? കൗതുകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ എല്ലാവരും പേടിയും പരിപാടിയൊക്കെ പിന്നെ കൗതുകമാണ് അതില്. അതെ, പേടിയിൽ പൊതിഞ്ഞൊരു കൗതുകം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 13-ാം രാത്രിയിൽ ശരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതാണോ കഥ, അതോ അതിന് വേറെ എന്തെങ്കിലും റെഫറൻസൽ ബൈ പേരിൽ അങ്ങനെ എന്തെങ്കിലും? ഈ 13-ാം രാത്രി കഴിഞ്ഞിട്ട് വരുന്നത് 14-ാം രാത്രി, അതായത് ശിവരാത്രി. ശിവരാത്രിക്ക് എന്താ സംഭവിക്കുന്നത്? അല്ല, അങ്ങനെയല്ലേ വരുന്നു? രാവ്. അന്ന് 14 രാവിലാണ് ശിവരാത്രി ഉണ്ടാവണം. ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് എന്താ സംഭവിക്കുക അറിയോ? ബേസിക് ആയിട്ട് ശിവരാത്രി എല്ലാവരും ഉറക്കം ഒഴിച്ചിരിക്കുന്ന രാത്രി. അതേപോലെ അതായത് എല്ലാവരും ഉറക്കം നഷ്ടപ്പെട്ട, ഇതിലെ ചില കഥാപാത്രങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രി എന്നാണ് ഉദ്ദേശം. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടായിരിക്കണല്ലോ. അല്ലെങ്കിൽ അത്രയും ഫുൾ രാത്രി ഉറക്കം നഷ്ടപ്പെടേണ്ട കാര്യമില്ല നീ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ. ഇപ്പോൾ ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഈ മലയാള ചുവ കലർന്ന ഒരു തമിഴ്നാട്ടുകാരൻ മലയാളം തമിഴ്നാട്ടുകാരനല്ലേ? അല്ല, മലയാളത്തിലെ കേരളീയനുള്ള ക്യാരക്ടറാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ശരിക്കും ഇതിന്റെ ഒരു ഭാഷാ സന്നിവേശം ഉണ്ടല്ലോ, അതായത് നമുക്ക് ആ ഒരു ഭാഷ സംസാരിക്കാനും അതിന്റെ ഈ പറയുന്ന മീറ്റർ പിടിക്കാനൊക്കെ ഉള്ള എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പരിപാടി? അതൊരു പുതുതായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലായത്. അതിനൊരു പ്രത്യേക മീറ്റർ ഉണ്ടായിരുന്നു പുള്ളിയുടെ. അല്ല, അതിന് എനിക്കങ്ങനെ ഈ തമിഴ് മലയാളം രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനത്തെ സംസാരം ഉള്ള ഒന്ന് രണ്ട് പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള റെഫറൻസ്. പിന്നെ നമ്മുടെ റൈറ്ററും ഡയറക്ടറും ഒക്കെ അവർക്കും കൂടി ഓക്കെ എന്നുള്ളൊരു മീറ്ററിലാണ് മൊത്തം പിടിച്ചിട്ടുള്ളത്. ശിവ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 13-ാം രാത്രിക്ക് ശിവരാത്രി എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ശിവയുടെ രാത്രിയാണ്. ശിവയുടെ രാത്രിയാണ്. ഓക്കെ. മാളവിക, അപ്പോൾ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ പൊതുവിൽ കാണുന്ന ഒരു മാളവികയോട് സ്വാഭാവികമായ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറയത്തക്ക നായിക പ്രാധാന്യമുള്ള ലെവലിലേക്കുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടില്ല എന്നുള്ള ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ. മാളവികയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും നമ്മളും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ മാളവികയ്ക്ക് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ഒരു പരിഗണന വേണ്ടത്ര രീതിയിൽ മലയാള സിനിമയിൽ നിന്ന് കിട്ടുന്നില്ല. സോ അങ്ങനെ തോന്നിയിട്ടുണ്ട്?
അറിയില്ല. അല്ല അങ്ങനെ ഒരു ഈ 13-ാം രാത്രിയിലേക്ക് വരുമ്പോൾ എന്ത് തരം കഥാപാത്രമാണ്? 13-ാം രാത്രിയിൽ വന്നിട്ട് നല്ലൊരു സെയിൽസ് വുമൺ ഒരു ക്യാരക്ടറാണ്. അതിൽ പല ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, എനിക്കിതിലൊരു പേര് അവർ തന്നിട്ടില്ല ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പക്ഷെ അവർ പല ലേഡീസിനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ കഥാപാത്രം പോർട്രേ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷമായിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സംഭവ വികാസമായിട്ടുള്ള റൂട്ടിൽ കൂടിയാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡെപ്ത് ഉള്ളൊരു ഒരുപാട് ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടർ എനിക്ക് തന്നു. അപ്പോൾ അത് കാണുമ്പോൾ അത് പലർക്കും അത് റിലേറ്റ് ചെയ്ത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്യാങ്ങിലിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ലേഡി ചിലപ്പോൾ അത് കടന്നു പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത് കേട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന അപ്പുറത്തെ ഒരു കൺട്രിയിൽ അങ്ങനെ നടന്നു, അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റിൽ നമ്മളെ സ്റ്റേറ്റിൽ തന്നെ അത് ഒരുപാട് നടന്നു. അങ്ങനത്തെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളിലൂടെ ഈ ഒരു കുട്ടി കടന്നു പോകുന്നു ഒരു ജേർണിയിൽ. അതായത് 31-ാം തീയതി ന്യൂ ഇയറിൻ്റെ തലേന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലൂടെ പോകുന്നു. പലരും അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ, അല്ലാത്ത സിറ്റുവേഷൻസും ആവുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരൊറ്റ ദിവസത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് 13-ാം രാത്രി. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളൊരു പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാതിരുന്നല്ലേ? അതെ, ഒരുപാട് പേരിലൊരു കൗതുകം ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എനിക്ക് അത് അല്ല, പടത്തിന്റെ പേരിലല്ലേ ഇവൾ ക്യാരക്ടറിന് ഒരു പേര് കൊടുക്കാതിരുന്നത്. അത് ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനത്തെ ഒരു പേരിൽ ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ത്രില്ലർ സിനിമകൾ ഇപ്പോൾ മലയാളി പ്രേക്ഷകന്റെ ഒരു നിലവാരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ഭാഷാ സിനിമകളിലെ ത്രില്ലേഴ്സൊക്കെ അവർ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ രാക്ഷസൻ നമ്മളിലേക്ക് വന്ന സമയത്ത് തമിഴിൽ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ത്രില്ലർ മേഖലയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമയായിരുന്നു. സോ 13-ാം രാത്രിയിലേക്ക് വരുമ്പോൾ അതിന്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇത്തരം സ്വാഭാവികമായിട്ടും ആളുകൾ നായകന്റെ ഒപ്പം നിൽക്കുന്ന ആളാണോ ഇനി നായകൻ തന്നെയാണോ വില്ലൻ എന്ന രീതിയിൽ ജഡ്ജ്മെന്റിലേക്ക് പോകും. സോ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് വരുമ്പോഴാണ് സ്വാഭാവികമായും അത് സർപ്രൈസിങ് ആവുമല്ലേ ആളുകൾക്ക്. സോ അത്തരം ഒരു സർപ്രൈസ് കൊടുക്കുന്ന സിനിമയായിരിക്കും 13-ാം രാത്രി. അല്ലെങ്കിൽ അത്തരം ഈ പറയുന്ന സോ കോൾഡ് ജോണേഴ്സിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും. അങ്ങനത്തെ ഒരു സൈക്കോ ത്രില്ലർ പരിപാടിയൊന്നും അല്ല ഇത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഇതിൽ ഭയങ്കര കൊലപാതകമോ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല. കൊലപാതകം ഉണ്ടോ? ഇല്ല. കൊലപാതകം ഉണ്ടാവാം. അതാണ് അങ്ങനെ ഒരു സൈക്കോ കൊലപാതകം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആ സോ കോൾഡ് പരിപാടിയല്ല അത്. ചേട്ടാ, ഇപ്പോൾ ഈ അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ഇപ്പോൾ ദേവര റിലീസായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ തീരങ്ങൾ തേടി പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ തലങ്ങൾ നമ്മുടെ അഭിനയത്തിൽ ഹൈദരാബാദിൽ തീരമില്ല, കടലില്ല കേട്ടോ. അല്ല, ഞാനിച്ചിരി ഇതായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം സിനിമകൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ അഭിനയിക്കുമ്പോഴുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ലേ? അങ്ങനെ അന്യഭാഷയിലേക്ക് പോകുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ടോ? ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അല്ല, അത് എങ്ങനെയാണ് കൂടെ ആക്ട് ചെയ്യുന്ന ആളുകൾ കൂടെ ആക്ട് ചെയ്യുന്ന എടുക്കുന്ന സമയം വളരെ കൂടുതലാണ് ഒരു പടം ചെയ്ത് തീർക്കാൻ. അവരൊരു വർഷം 1.5 വർഷം എടുത്തിട്ട് ആ പടം തീരണം. അപ്പോൾ നമുക്ക് ആക്ടറിനുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവന് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യും വേണം. ആ പടത്തിൻ്റെ ആ സമയത്ത് തന്നെ ഇവിടെ 10-15 പടം വേറെ ചെയ്യും വേണം. അതാണ് ഒരു ടാസ്ക്. അതല്ലേ വിഷ്ണു, ഇപ്പോൾ നമ്മൾ എഴുത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തിരക്കഥ അത് തമാശ രൂപേണ എഴുതുന്ന തിരക്കഥകളിൽ സ്വാഭാവികമായിട്ടും ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. അതായത് ഈ തിരക്കഥ തമാശക്ക് അല്ല ശേഖരന് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും തമാശ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. ഒരു സിറ്റുവേഷനാണ് എഴുതാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അത് പോർട്രേ ചെയ്യാൻ ശരിക്കും? ഇപ്പോൾ ഒരു തമാശ ഒരു തമാശ നമ്മൾ എഴുതി ഫലിപ്പിക്കുമ്പോണ്ടല്ലോ അത് എത്രത്തോളം കൺവിൻസിങ് ആയാലാണ് അത്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ പോകുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ആക്ടർ ഇങ്ങനെ ഇത്തരം ഇമോഷൻസ് ഇടുമ്പോഴാണ് അത് ഭംഗിയാവുക, അല്ലെങ്കിൽ തമാശ ഈ പറഞ്ഞ പോലെ എഴുതി എത്രത്തോളം ഫലിപ്പിക്കാൻ സാധിക്കും? അല്ല, അത് ഞാനും ബിബിനാണെങ്കിലും ഞങ്ങളും ഇത് അഭിനേതാക്കളും കൂടി അങ്ങനെ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് നമ്മളത് പെർഫോം ചെയ്ത രസമോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ലാസ്റ്റ് ഫൈനലാക്കി നമ്മൾ വെക്കാറുള്ളത്. അത് പിന്നെ എഴുതുമ്പോഴും ഇത് ഇന്ന ആള് അങ്ങനെ ആളെ മനസ്സിൽ കണ്ടൊക്കെ ചെയ്യണോണ്ട് അത് കറക്റ്റായിരിക്കും. പണ്ട് നമ്മൾ അടൂർബാസിയുടെ സമയത്ത് അവർക്ക് അവിടെ അവരാണ് എഴുതിക്കൊണ്ടിരിക്കുക. അവിടെ തമാശ വേണം എന്നുള്ളതുകൊണ്ട് പുള്ളിയുടെ പേര് മാത്രം എഴുതി. അങ്ങനെയാണ് വടിവേലൊക്കെ ചെയ്തിരുന്നത്. അവിടെ ഏതില്ല, വടിവേലു എഴുതി വെക്കുള്ളൂ. അവര് വന്നിട്ട് അവിടെ സീക്വൻസ് ഇടും. അവരുടെ ട്രാക്ക് സെപ്പറേറ്റ്
സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അത് പടമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ. കാരണം അത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ ചോദിക്കാൻ കാണും, ഒരു റൈറ്റർ കൂടെ ആകുമ്പോൾ സ്കിറ്റ് ചെയ്ത് പരിചയമുള്ളവർക്ക് പിന്നെയും എളുപ്പത്തിൽ അതെന്നാ സ്കിറ്റ് പോലെ ഇരിക്കുള്ളൂ. കൗണ്ടേഴ്സ് ആയിരിക്കും അത്. ചിലപ്പോൾ എപ്പോഴും ആ കൗണ്ടർ കിട്ടിക്കോളണം എന്നില്ല. ചിലത് പെർഫോം ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. സിനിമയുമായിട്ട് ബ്ലെൻഡ് ആവണമെന്നില്ല. അതെ, പ്രശ്നമൊക്കെ വരും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ഈ മൂന്നാളുകളോടും കൂടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സിനിമയിൽ വരിക ഇക്കാലത്ത് കുറച്ചുകൂടി എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി പഴയ കാലം സംസാരിക്കുമ്പോൾ. അപ്പോൾ സിനിമയിൽ വരികയും ആ സിനിമയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതിന് നമ്മൾ സ്വാഭാവികമായും ഇപ്പോൾ ചില ആളുകളൊക്കെ ഞാൻ പറയുന്നിട്ടുണ്ട്, ഈ ആക്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ബുക്സ് ഒക്കെ വായിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ലോകോത്തര സിനിമകൾ വായിച്ച് കുറച്ചുകൂടി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ചേട്ടാ എങ്ങനെയാണ്? ഞാൻ എൻ്റെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചതും ഇപ്പോൾ ചെയ്യുമ്പോഴും എന്നെ സഹായിക്കുന്നത് അതാണ്. ഒരാൾ വളരുന്ന കാലഘട്ടത്തിലാണ് അയാൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള സാധനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ അയാൾ കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടത്. അത് ട്രെയിലർ ശീലമൊന്നുമല്ല ആ കാലത്ത് ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിൽ കയറില്ല ഒരു പരിപാടി, മനസ്സിലായ? അപ്പോൾ അത് വളരെ ചെറുപ്പത്തിൽ അത് നമ്മുടെ ഉള്ളിൽ കയറിയാൽ നല്ലത് കിട്ടണം. പിന്നെ നമ്മൾ പടം ചെയ്യേണ്ട സമയമാണ്, ഇപ്പം നമ്മൾ പഠിക്കേണ്ട സമയമല്ല ആക്ച്വലി. ആ സമയത്ത് അത് കാര്യമായിട്ട് എടുക്കാത്തവർക്ക് ഇപ്പോൾ പഠനം ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നത് വരെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ഒബ്സർവേഷനാണ് നമുക്ക് വേണ്ടത്. എന്നാലല്ലേ നമുക്ക് അടുത്ത കട്ട വയ്ക്കാൻ പറ്റുള്ളൂ. അത് ആ ഒബ്സർവേഷനാണ് വേണ്ടത്. പിന്നെ ഒരിക്കൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നഷ്ടപ്പെടുത്താതെ മാക്സിമം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തുടർന്നു കഴിഞ്ഞാൽ അവന് അപ്ഡേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവൻ മാത്രം അവനെ ഇഷ്ടപ്പെടുന്ന ചിലരുടെ 3-4-5 പേരുടെ ഒരു ലോകത്ത് ഒതുങ്ങും. അവൻ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അത് ഉറപ്പായിട്ടുണ്ട്. സിനിമ കാണുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള ഒരു ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം. എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സമൂഹമായിട്ട് എപ്പോഴും ഇടപഴകി നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അഭിപ്രായം പറയാതുള്ളതല്ലേ ഉദ്ദേശിച്ചത്. സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ നേരത്തെ തുടങ്ങിയുള്ള അതൊക്കെ നിലനിർത്തുന്നിടത്ത് നമുക്ക് എല്ലായിടത്തും നിന്നുള്ള ഒബ്സർവേഷനുള്ള സാധ്യതകൾ ഉണ്ടാവും. അത് കട്ട് ചെയ്യാതെ നിലനിർത്തുക എന്ന് പറയണത് അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടല്ല. അതെ, വെറുതെ ചായ പിടിക്കാൻ ഒരു കടയിൽ പോയിരുന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളോട് സംസാരിക്കാൻ വരുന്നവരൊക്കെ ആയിട്ട് അപ്പം നമ്മളറിയാതെ പല കാര്യങ്ങളും ഫീഡാവുന്നുണ്ട്. മാളവിക എങ്ങനെയാണ് ശരിക്കും ഈ പറയുന്ന അങ്ങനെ ഒരു നടിയായിരിക്കാൻ കുറച്ചുകൂടി സ്വാഭാവികമായിട്ടും എല്ലാം ഒരു പ്രതീക്ഷയിലാണല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി ഒരു നല്ല കഥാപാത്രം, നമ്മൾ ആഗ്രഹിക്കുന്ന കഥാപാത്രം എത്താനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജീവിതം. സോ എങ്ങനെയാണ് ഈ പറയുന്ന തേച്ചുമിനുക്കലോ അല്ലെങ്കിൽ അതിൻ്റെതായ പഠനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു ഈസി ആക്സസ് അല്ലെങ്കിൽ വിഷ്വലി നമ്മൾ സിനിമ കാണുന്നത് തന്നെയാണ് അത്രയും നന്നായിട്ട് കയറുക തലയിൽ. സിനിമകൾ കാണാറുണ്ട്, എപ്പോഴും ഒരു എൻ്റർടൈനറായിട്ട് ഞാനത് ആസ്വദിച്ചിട്ടുണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പും ഇപ്പോഴും. അപ്പോൾ അതാണ് ഞാൻ അറിയാതെ നമ്മളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ. ഈ സമൂഹത്തിന്റെ ഇടപെടലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പണ്ടേ വിഷ്ണുചേട്ടൻ ഒരു ഫേസ്ബുക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, നമ്മുടെ പേജിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് പേജ് ആരോ ഹാക്ക് ചെയ്തു. വിഷ്ണുചേട്ടൻ അറിഞ്ഞിരുന്നു ആ വിഷയം? ഇല്ല. ഫേസ്ബുക്ക് പേജ് വിഷ്ണുചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു. ആരോ ഹാക്ക് ചെയ്ത് അതിൽ വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ കുത്തിക്കേറ്റില്ലേ. അപ്പോൾ വിഷ്ണുവിന് സ്വാഭാവികമായിട്ടും നമ്മളതിന് റെസ്പോൺസിബിൾ ആണല്ലോ. അപ്പം നമ്മളതൊരു വിശദീകരണം കൊടുക്കേണ്ട ഭാഗമായിട്ട് വിഷ്ണുവിനെ പറഞ്ഞ സംഭവം എന്തായിരുന്നു വെച്ചാൽ ഇതിനൊന്നും ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ സ്റ്റോറി വന്നുകൊണ്ടിരിക്കുക നല്ല ഫേസ്ബുക്കിൽ. അപ്പോൾ എനിക്ക് പരിചയക്കാരൊക്കെ ഇങ്ങനെ ഇല്ലില്ല, ഞാൻ വിഷ്ണുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടു. മറ്റേ ഇത് പേജ് ഹാക്ക് ആയതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്റ്റോറിയുടെ ലിങ്കും ചോദിച്ചാൽ വിളിക്കും. ശരിക്കും അങ്ങനെ ചോദിച്ചറിയില്ല, ഇഷ്ടപോലെ അല്ലെങ്കിൽ അവന് ചോദിക്കാനായിരുന്നു. കുറച്ച് നല്ലൊരു സൈറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ ബ്ലാക്ക് വിക്സൺ 2C.
ഇതൊക്കെ റാങ്ക് 1 സൈറ്റുകളാണ്. ചേട്ടാ നമുക്ക് വേറെ സെക്ഷനിലേക്ക് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ചിരിപ്പിക്കാനുള്ളത്. ജസ്റ്റ് കൈൻഡ് ഓഫ് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാൾക്കും ഞാൻ ഒരു ചോദ്യം മൂന്നാൾക്കും ആൻസർ പറയാട്ടോ. ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് വേണ്ടത്. ചെറുപ്പത്തിൽ ഫ്രണ്ടുമായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ നമുക്ക് സ്വാഭാവികമായിട്ടും സ്കൂളിലും കോളേജിലൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന ആ ഫ്രണ്ടായിട്ട് ചെയ്ത ഒരു കുരുത്തക്കേട്. കുരുത്തക്കേടാ നമ്മൾ ചെയ്യാറില്ല, നമ്മൾ ചെയ്തുകൾ ചെയ്യാറുണ്ട്. അത് കുരുത്തക്കേടൊന്നുമല്ല. റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓ അങ്ങനത്തെ അത്രയും പോണ്ട പറ്റുന്നത് പറയാൻ പറ്റുന്നത് പറയാം. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എല്ലാ അടുത്ത സ്ക്രിപ്റ്റിലേക്ക് വെച്ചേക്കാം. ഓ അങ്ങനെ ശരിക്കും ആ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. കുറെയൊക്കെ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയല്ലേ എഴുതുമ്പോൾ വരുള്ളൂ. കാണിച്ചിട്ടില്ല ആക്ച്വലി. അല്ല എന്നാലും ഷൈൻ ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ചെയ്ത എന്തെങ്കിലും പരിപാടി ഫ്രണ്ടുമായിട്ട് ചെയ്തിട്ടുള്ള അബദ്ധത്തിൽ പിണഞ്ഞതോ? പരിപാടി കമൽ സാറിനൊക്കെ കാണുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഞാൻ ചോദിക്കുന്നത്. എന്ത് കാലഘട്ടമാണെങ്കിൽ നമ്മൾ അങ്ങനെ കുരുത്തക്കേട് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോഴാണ് കുരുത്തക്കേട് അതിന്റെ ആ എക്സാക്ട് മീനിങ്ങിലല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്യണ കുരുത്തക്കേട് ഇപ്പൊ എന്താ, ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം കൂടി എനിക്കറിയില്ല. ഒരു ദുബായിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഓൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. നമ്മളിപ്പോ ഒരു കൗതുകം, പുതിയൊരു പെൺകുട്ടി വരികയാണ്. അതുവരെ LKG മുതൽ പഠിച്ച പിള്ളേരാണല്ലോ ചുറ്റും. അപ്പൊ ആ പെൺകുട്ടി, പുതിയൊരു പെൺകുട്ടി പെട്ടിയൊക്കെ പണ്ട് സൂട്ട് കേസ് കണ്ടിട്ടില്ലേ, മറ്റേ നമ്പർ മാറ്റിയിട്ടുള്ള, അതും അതുപോലത്തെ. അപ്പൊ അവളുടെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല. അപ്പൊ ബെറ്റ് വെച്ചിട്ട് ആരാ സംസാരിക്കുക എന്നുള്ളത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ക്യാഷ് എന്ന് ചോദിക്കാൻ. ഞാൻ പോയിട്ട് ക്യാഷ് ചോദിച്ചു. ഈ കൊച്ചുകാരൻ ടീച്ചറുടെ അടുത്ത് പോയിട്ട് എനിക്ക് അടി കിട്ടി. ടീച്ചർ ചോദിച്ചാൽ എന്താ വൃത്തിയോട് പറഞ്ഞാണ് ക്യാഷിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നെ അടിച്ചതെന്നും മനസ്സിലായിട്ടില്ല. ഈ കൊച്ചെന്തിനാ കരഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല. എന്നിട്ട് എന്റെ വീട്ടുകാർ വരെ അറിഞ്ഞു ആ കാര്യം. വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. വെറുതെ അന്നത്തെ കാലത്ത് വരെ പരിപാടി പെൺകുട്ടികളോട് നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെൺകുട്ടികളോട് സംസാരിച്ചിട്ടില്ല. അതെ, പിന്നെ വലുതായിട്ടാണ് പിന്നെ ഞാൻ സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായത് എല്ലാവരും. പിന്നെ കോറിഡോറിലാണ് പെൺകുട്ടി ഒറ്റയ്ക്ക്, നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അല്ലെ ഇവരെന്താ പറയാന്നറിയില്ലല്ലോ, കരയാന്നറിയില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് എൻ്റെ അടുത്ത്, ഞാനത് വരാം. പറ, ചെറുപ്പത്തിൽ അങ്ങനെ ഒപ്പിച്ച പരിപാടിയോ എന്തെങ്കിലും? ഇവരൊന്നും ഇപ്പൊ തന്നെ ചെയ്യണില്ല. എന്തിനാ ചെറുപ്പത്തിൽ? അല്ല അത് അങ്ങ് ആ തലം തന്നെ കാണുന്നില്ല. അല്ല എന്ത് തലാണെങ്കിലും ഓർമ്മിക്കുന്ന എന്തെങ്കിലും കാശ് കട്ടെടുക്കുകയും മിഠായി വാങ്ങി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ? മിഠായിക്ക് ഒന്നും പൈസ കൊടുക്കാറില്ലെന്നേ. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ആലോചിച്ചിട്ട് പറയും. എനിക്ക് ഫുൾ എക്സ്ക്ലമേഷൻ മാർക്ക്. എനിക്കൊന്നുമില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ തന്നെ ഇല്ല അവൾക്ക്. ഞങ്ങൾ ബാക്കറി സാധനങ്ങൾ അടിച്ചു പോയി. ബാക്കിലുള്ള സാധനം എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലുള്ള ബാഗിലേക്ക് തട്ടിടും. മറ്റേ മണിച്ചേട്ടൻ സിനിമ കാണിക്കുമ്പോൾ മണിച്ചേട്ടൻ കാണിക്കുന്ന അലിബാബയും അതെ, ഇവിടുന്ന് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടാവില്ലേ കുറെ സാധനം, അതിന്ന് നൈസായിട്ട് എടുക്കും. ചേട്ടാ കാശില്ലാതെ ഒന്നല്ല, കാശ് വീട്ടിൽ തരാതെ കട്ടെടുക്കുമ്പോ ഒരു സുഖമാണ്. അതിന് ഇഷ്ടം പറയും. ഇഷ്ടം ഇങ്ങനെ ആലോചിച്ചൊരു സംഭവം പറയാൻ വെച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് വെക്കുമ്പോ മൂട്ടിൽ പാൻ വെച്ചിട്ടുണ്ട് കൊച്ചുങ്ങൾ ഇരിക്കുമ്പോ അടുത്തിരിക്കുന്ന അങ്ങനത്തെ പരിപാടി ചെയ്തവരുണ്ട്. കുത്തി കയറിയിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. എഴുന്നേറ്റ് പാനായിട്ട് വെക്കും. ബാക്കിലത്തെ സീറ്റിലിരിക്കണോ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുമായിരുന്നു. ഭയങ്കര വേദന. റബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന റബ്ബർ ഇട്ട് അടിക്കൂല, അത്ര ക്രൂരതല്ല. വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞൊട്ടൂല. റബ്ബർ പേപ്പറിൽ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോ മുഖത്ത് മാളവികൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഇതേ ഇല്ല. അങ്ങനത്തെ പിള്ളേരൊക്കെ ഉണ്ട്, നീ ഉദ്ദേശിക്കുന്ന പോലത്തെ പിള്ളേർ മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു കോമഡി സീൻ ഇൻ ഫിലിംസ്? മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടു ചിരിച്ച് മണ്ണ് കപ്പിയൊരു സിനിമ അല്ല സീൻ? എനിക്ക് ഫ്രണ്ട്സിലും മറ്റേ ശ്രീനിവാസൻ ചിരിക്കുന്ന സീൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജനാർദ്ദന്റെ തലയിൽ മറ്റേ സാധനം എല്ലാവരും ചിരിച്ചു കഴിഞ്ഞു, പുള്ളി ചിരിക്കില്ല. അതിന്റെ കൂടെ കുറച്ചധികം നേരം ചിരി നിന്നിട്ടുള്ളതാണ്. ഏതാണ് അത്? വീണ്ടും മനസ്സിലായി, അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പഞ്ചാബി ഹൗസിലെ സീൻ. ഏത് സീൻ? പഞ്ചാബി ഹൗസിലെ ഏത് സീൻ എടുത്താലും കോമഡി. ഫേവറേറ്റ് മറ്റേ നിന്റെ അച്ഛന്റെ അച്ചാറെന്നൊക്കെ പറയാ, വെള്ളമടിക്കുന്ന സാധനം, സ്വപ്നം കണ്ട കാര്യം പറയണത്.
അങ്ങനെ നിന്റെ സ്വപ്നത്തിൽ ഞാനും വന്നതൊക്കെ ചോദിക്കണം. എടാ ഞാനും കൂടി ഉണ്ടായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? എസ് മാളവിക. എസ് മാളവികയോ? അല്ല, അടുത്തൊരു മാളവിക. എസ് കത്തി എന്ന് പറഞ്ഞൊരു scene ഉണ്ടായിരുന്നു. എസ് മാളവിക. എനിക്ക് മറ്റേ ക്രോണിക് ബാച്ചിലറിലെ കൊറേ സീൻസ് ഏതാണ്? കല്ലുപറിയുന്നതാണോ? പടക്കമുണ്ട്, പിന്നെ പാന്റ് വലിച്ചോരനൊക്കെ ഉണ്ട്. ആ അതൊക്കെയാണ് കോമഡി. അത് കണ്ട് ചിരിച്ചിരിച്ച് കഴിയോ. അയ്യോ പാന്റ് വലിച്ചു വരികയാണ് നമുക്ക്. അല്ല, പാന്റ് വലിച്ചു വരട്ടെ. അത് വേണ്ട. ഇനി ഷൈൻ ചേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യമാണ്, ഒരു സ്കൂൾ കാല പ്രപ്പോസൽ ഓർമ്മ. സ്കൂൾ പ്രപ്പോസൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കോളേജ് ഞാൻ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോഴും ചെയ്തിട്ടില്ല. പ്രേമമായിട്ടുള്ളത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും? അങ്ങനെ പ്രപ്പോസും ചെയ്യുന്നില്ല. നമ്മൾ സിനിമ കാണുന്ന പോലെ. അതല്ലേ ഇപ്പൊ ഒരു പെൺകുട്ടിയെ കണ്ട നമ്മൾ ഇഷ്ടാന്നൊക്കെ പറയില്ലേ? നമ്മള് ഇഷ്ടമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോ നമ്മളെല്ലാവരും ഇഷ്ടമാണ്, മനസ്സിലായോ? പ്രേമത്തിൽ വീണ സമയത്ത് അവരോട് പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. അതങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇടപഴകി അങ്ങനെ ഉണ്ടാവണതാണ്. അതിൽ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറയേയില്ല. ഷൈൻചേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഫിലോസഫി പറഞ്ഞു. ഫിലോസഫി അല്ല, ശരിക്കും അങ്ങനെയാ സംഭവിക്കുന്നത്. എല്ലാവരും ഇഷ്ടം തോന്നാറുണ്ട്, പക്ഷെ പറയൂല. നമ്മൾ അടുത്തേക്ക് കൂട്ടുകാരോട് വയ്ക്കാം. ഇമേജ് കോൺഷ്യസ് ആയിരുന്നു. ഇവിടെ എന്തായാലും ഉണ്ടാവും. ഇവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല, ഒന്നും. അങ്ങനെയല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ലേ? സ്വാഭാവികം ഇല്ല. അല്ല അങ്ങനെ ഇവന്റെ പേരൊക്കെ പറഞ്ഞോ? അല്ല നേരിട്ട് വന്ന് പറയലൊന്നുമില്ല. കൊച്ചുണ്ടോന് ഒളിച്ചോടി കല്യാണം കഴിച്ചോ? അയ്യോ, ഷൈൻചേട്ടൻ ഒളിച്ചോടിയൊന്നുമല്ല, കറക്റ്റ് നേരായ വഴിക്കുള്ള കല്യാണം. പ്രേമല്ലായിരുന്നു, ചെറുതായിട്ട് പ്ലസ് അറേഞ്ച്ഡ് എന്നൊക്കെ പറയാം. അതല്ലല്ലോ വീട്ടുകാരൊക്കെ ഓക്കെ ആയിപ്പോ. ഷൈൻചേട്ടൻ അവിടെ വീട്ടുകാർ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പറ, നീയാണ് പ്രപ്പോസ് ചെയ്തത്? ഇഷ്ടാണെന്ന് പറഞ്ഞ ഈ അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന സോക്കോൾഡ് പ്രണയം പ്രേമം ചുറ്റൽ പരിപാടി ഇഷ്ടാണെന്ന് പറഞ്ഞിരുന്നോ? എപ്പോ? ആരാ ആദ്യം പറഞ്ഞു? എങ്ങനെയാ പറഞ്ഞത്? ചോദിച്ചിട്ടില്ല. ചോദിച്ചേക്കണത് നീയാണ് ഇങ്ങോട്ട് പറയല്ലോ. ഈ സെഗ്മെന്റ് തന്നെ പൊളിഞ്ഞില്ല. അങ്ങനെ ഇഷ്ടമാണെന്ന് നമ്മൾ പറയോ? സ്പെസിഫൈ ചെയ്തിട്ട് വരില്ല. അത് പെരുമാറ്റം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നോണ്ടൊക്കെ മനസ്സിലാവും. അങ്ങോട്ടും എന്നാലും പറയില്ലേ? അയ്യോ എന്റെ കഥയൊന്നുമില്ല. അല്ല, ഈ പറഞ്ഞ പോലെ ആരും നേരിട്ടും ലൈക്ക് എനിക്കിഷ്ടമാണ് അങ്ങനെയൊന്നും വന്ന് പറയലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ കണ്ണിലൊക്കെ നോക്കുമ്പോ ഇങ്ങനെ മനസ്സിലാവില്ലേ? ഞാൻ വേറെ ഏതോ യൂണിവേഴ്സിലാണ്. നീ വേറെ ഏതോ യൂണിവേഴ്സിലാണ് അന്ന് എനിക്ക് മനസ്സിലായി. കരിയറിലെ മോസ്റ്റ് റീടേക്ക് സീൻ, ഏറ്റവും കൂടുതൽ റീടേക്ക് റീടേക്ക് സീൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്ന് എനിക്ക് കുറച്ചുകൂടെ ചോദ്യം. അതന്നെ ഏത് സീനാണെന്ന് ആലോചിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ റീടേക്കിന് പോണ സീൻ ഏതാണ്? അമൃതം എന്ന് പറഞ്ഞ പടത്തില്. അതല്ല പടത്തിലല്ല, ജീവിതത്തിലെ. അല്ലല്ല, കരിയറിലെ സിനിമയിലാട്ടാ. അമൃതം എന്ന് പറഞ്ഞ പടത്തിലൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് അമൃതം അതില് ജയറാമേട്ടന്റെ ശിങ്കിടി പോലെയാണ്. ജയറാമേട്ടൻ ഞാനും കൂടി ഇങ്ങനെ വീട്ടിലേക്ക് വരും. അപ്പൊ KPSC ലളിത ചേച്ചിയും പത്മപ്രിയയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ജയറാമേട്ടൻ എന്തോ പറഞ്ഞ അകത്തേക്ക് കയറിപ്പോവും. അപ്പൊ ഞാൻ ഇവരോട് എന്തൊക്കെയോ ഡയലോഗ് പറയും. അത് കഴിയുമ്പോൾ ജയറാമേട്ടൻ തിരിച്ചു വരും. അപ്പോൾ ദിനേശന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടവും അതിന്റെ കൂടെ എന്താണ്ടൊക്കെ ഉണ്ട് അപ്പൊ ആ സീൻ എടുക്കുമ്പോ എനിക്കിങ്ങനെ തെറ്റിപ്പോയി. അപ്പത്തേക്കും 2-3 തവണ ഇങ്ങനെ റീടേക്ക് പോയി. അപ്പൊ ജയറാമേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇവരാരെങ്കിലും ഇത്തിരി ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഫിലിം മുഴുവൻ തിന്ന് പക്ഷെ അടുത്തിടയ്ക്ക് ഓക്കെ. അപ്പൊ അത് ഒരുപാട് ടേക്ക് പോയി എന്നല്ല ഞാൻ പറയണേ. റീടേക്ക് ഞാൻ കാരണം പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, മീൻസ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ് മാളവിക? എനിക്കും അങ്ങനെ ഒരുപാടൊന്നും പോയിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ 916 എന്ന് പറഞ്ഞ മൂവി ചെയ്തപ്പോൾ ഈ ഇമോഷണലായിട്ട് പറയുന്ന ഒരു സീക്വൻസിൽ അനൂപേട്ടനും ഞാനും കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗ് പറയും. അതിലാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ, മലയാള വാക്കുകളൊക്കെ ഇട്ട് കട്ടിയുള്ള മലയാള വാക്കുകൾ ആ ഫുൾ ഒരു 2-3 സ്റ്റാൻസ് അത് മൊത്തം അങ്ങനെ. അപ്പൊ ഞാനത് പഠിച്ചു. ഇങ്ങനെ അത് സ്റ്റോറി വേണം, അത് അതിനനുസരിച്ച് പറയാൻ വേണം. അപ്പൊ അത്
മലയാളം നമ്മൾ സാധാ സംസാരിക്കണ പോലെ അല്ലല്ലോ, അപ്പൊ അതിന് കുറച്ച് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ്. ഓർക്കണ്ട എടാ ജീവിതത്തിൽ റീടേക്സ് ഇല്ല എന്നിട്ട് പരസ്യം കണ്ടിട്ടുണ്ടോ നീ? ആ അപ്പൊ എന്തായിരിക്കും റീടേക്കുകളില്ല. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയിട്ടുള്ള ഒരു പ്രവൃത്തി? എൻ്റെ അടുത്താണ്. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? കിളി പോയി ചേട്ടാ പറ. എല്ലാ ദിവസവും ടേക്ക് പോണത് എനിക്ക് മനസ്സിലായി. ഓക്കെ അഡൽട്ടറും ജോക്ക് പറഞ്ഞാലും മനസ്സിലാവുക. ഓക്കെ. അൺഫോർഗറ്റബിൾ ഫാൻ മൊമെന്റ്. ഒരു ആരാധകൻ ഒരു ആരാധിക വന്ന് നിന്ന് എന്നെ ദുബായിൽ ഒരു പെണ്ണ് വന്ന് കിസ് ചെയ്തിട്ടുണ്ട്. ഒരു ഇസ്രായേൽ ഈജിപ്തുകാരി. അതിന്റെ വീഡിയോ ഒക്കെ അല്ലല്ല എന്നെ ഇഷ്ടമാണെന്ന്. അല്ല അപ്പൊ ഈ ഈജിപ്തുകാരി മലയാള സിനിമ കാണുന്നു അങ്ങനെയാണോ? അവരവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ഫസ്റ്റ് മീറ്റ് പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ് അവിടെ ദുബായിൽ നമ്മൾ പ്രൊമോഷൻ പോയപ്പോഴേ. എന്നിട്ട് അന്ന് ദിവസം നമ്മൾ മീറ്റ് ചെയ്ത ഹോട്ടലിൽ. പക്ഷെ നമ്മൾ വിചാരിച്ച ഓരോ കാര്യങ്ങളൊന്നും നടന്നില്ല. ഉമ്മ മാത്രമേ ഉള്ളൂന്നൊക്കെ ചോദിച്ചത്. ഉമ്മ മാത്രല്ല അവരെന്നെ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി. എന്താ നമുക്ക് നാണം? ഈ ചോദിക്കാൻ ചോദ്യങ്ങളന്മാര് ചോദ്യങ്ങളാണ് നമുക്കറിയില്ല. അല്ല ഇതൊക്കെ കാണിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ജീവിത പ്രശ്നങ്ങളാണല്ലോ ചെയ്യാൻ. ഞാൻ ഉദ്ദേശിച്ചത് വേറെ. ചേട്ടൻ പറയുന്നത് എന്താണ് നിന്റെ ഫാൻ മൊമെന്റ് നീ ഉദ്ദേശിച്ചത്? അല്ല എന്തായിരിക്കും? അല്ല ഇങ്ങനെ പെട്ടെന്ന് ഈ പറയുന്ന വന്ന് പെട്ടെന്ന് ഹഗ് ചെയ്യുക അതൊക്കെ തന്നെയല്ലേ നീ ഉദ്ദേശിച്ചത്? പിന്നെ ഞാൻ ഇതിന് എന്ത് മറുപടി പറയും? ഓക്കെ ഓക്കെ. എനിക്ക് അങ്ങനെ ഓർത്ത് പറയാനായിട്ട് പെട്ടെന്ന് ഒരു തമാശ ഇതാണ് ഓർമ്മ വന്നത്. കട്ടപ്പന കണ്ടിട്ട് ഒരാളെന്നെ വിളിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. ഒരു പയ്യെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് എൻ്റെ കഥയാണെന്ന് പറഞ്ഞു. നിന്റെ കഥ? അവ പറഞ്ഞു, ഇതെൻ്റെ ജീവിതം എടുത്ത് നിങ്ങൾ സിനിമയാക്കിയേക്കണം. തൃശ്ശൂരുകാരനാട്ടാ. എൻ്റെ ജീവിതമാണ് നിങ്ങൾ സിനിമയാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ? എന്നെയും ചേട്ടനെയും പോലെ തന്നെ എന്നെയും കാണാൻ എന്നെ കാണാൻ ഒരു മെനയില്ല. അപ്പൊ ഞാനാരായി? ഇവ വെറുതെ തമാശ ഉണ്ടാക്കി വെച്ചിട്ട് സീരിയസ് ആയിട്ട് എടുത്തെടുത്ത് എല്ലാം സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? സത്യമല്ലേ? ഇതെവിടെ ഇനി കേൾക്കാം. അൺഫോർഗറ്റബിൾ ഇങ്ങനത്തെ കോമഡി സംഭവങ്ങളൊന്നും ഇല്ല എൻ്റെ. ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? സ്ട്രേഞ്ച് ആയിട്ടുള്ള വേണ്ട. സ്ട്രേഞ്ച് അല്ല, എനിക്കൊരു ബ്രദർ ഫാൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. താല്പര്യം ബ്രദർ ഫാനാ? അല്ല, കൊറേ കാലായിട്ട് ഇപ്പോ എൻ്റെ ഒരു മുഖം എവിടെ കണ്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ചില ആൾക്കാര്. അപ്പൊ അങ്ങനെ ഒരാള് പ്രവീൺ പുതുക്കുളങ്ങര എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം he have been texting me on FB എന്നുള്ളത് ദിവസേന. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. അമ്മയെ റീച്ച് ചെയ്തു, എൻ്റെ അമ്മയുടെ FBയിലേക്ക് റീച്ച് ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ മനസ്സിലായി. പിന്നെ വി ഹാവ് ബീൻ ഇൻ കോണ്ടാക്ട് അൺടിൽ നൗ. ആ ഒരു സ്നേഹവും സപ്പോർട്ടും എന്നും. യെസ് മീറ്റ് ചെയ്തിരുന്നു. ഈ അടുത്ത മീറ്റ് ചെയ്തത് ആക്ച്വലി. സിനിമ. എനിക്ക് മനീഷ് ബാബുവിനെ കുറിച്ച് പറഞ്ഞു. ലൈക്ക് എന്ത് തരം ഡയറക്ടറാണ് അദ്ദേഹം? പുള്ളി മലയാള സിനിമകൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. മലയാള സിനിമ ചെയ്ത ഒരു ഡയറക്ടറാണ്. എങ്ങനെയുണ്ട് പുള്ളി ഒരുപാട് കാലമായിട്ട് മൂവി ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ ഈ മൂവി ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഫിനാൻസിൽ, അതായത് പ്രൊഡ്യൂസറുടെ ഭാഗം കൂടി പ്ലേ ചെയ്തിട്ടില്ലേ? രണ്ടുപേരും കപ്പിളാണ്, ഹസ്ബൻഡ് വൈഫ്. സാധാരണ നമ്മള് ഫസ്റ്റ് മൂവിയൊക്കെ ചെയ്യുന്ന, ഇപ്പൊ മൂവി ചെയ്യാൻ വരുന്ന ആളുകൾ, മൂവിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ആളുകൾ ഒന്നല്ല. ഏത് ക്രൂസ്, അതായത് ഡയറക്ടർ ആവാൻ വരുന്നവരൊന്നും, അല്ലെങ്കിൽ കൂടെ വർക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്നും. അപ്പൊ അവര് സ്വന്തം ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യത്തെ തന്നെ ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയ റിസ്ക് അല്ലേ? പിന്നെ ഒരു കാശ് നമ്മുടെ കയ്യിൽ നിന്ന് 5 റുപ്യ ഇറങ്ങുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മുന്നിലാവും. അപ്പോൾ അത്രയും നമ്മുടെ കയ്യിലുള്ള വിഷ്ണുക്ക് എത്ര പടം കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തല്ലേ? ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്റെ പടത്തിൽ പോയി. മനീഷയുടെ ആദ്യ സിനിമയാണ് വൈഫ് മേരി മനീഷ ചേച്ചിയുടെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടും എലമെന്റുമാണ്. നമ്മൾ ഈ പടം ഒരുപാട് പടം ചെയ്തു. പുള്ളി അത് വിടാതെ പിന്നെ പിന്നാലെ പിടിച്ചത് റിലീസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്.
അത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. ഒരു 1 year ആയി ഇതിന്റെ ടീച്ചർ ഞാൻ കണ്ടിട്ട് ആക്ച്വലി. ഒരുപാട് സ്ട്രഗിൾ ഇല്ലാതെ അതങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു. അതാണ് സിനിമയോടുള്ള പാഷൻ, അതാണ് പുള്ളിയുടെ പ്രത്യേകത. പടം വലിയ ഹിറ്റ് ആവുക അല്ലെങ്കിൽ വലിയ അങ്ങനെയല്ല, ആ പാഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക അല്ലേ, വളരെ വലിയ കാര്യം. സോ എനിവേ എന്തായാലും 13-ാം രാത്രി ത്രില്ലർ ജോണറുകൾ അറിയപ്പെടുന്ന ഇനിയും ഒരുപാട് സിനിമ ചർച്ചാ വിഷയങ്ങളാകുന്ന രീതിയിൽ ഉയരട്ടെ, തിയേറ്റർ തൂക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് താങ്ക് യു മാൻ.